ജൂതന്മാർ അറിഞ്ഞോ അറിയാതെയോ ഇവിടെ പലരെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് മുസ്ലിമീങ്ങളെ ചിന്തിക്കണം. എന്തായിരുന്നു ജൂഡായിസം? ജൂതന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? പുണ്യ റസൂലുള്ളാഹിയുള്ള അസൂയ. വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുൽ ബയ്യിന റസൂലും മിനല്ലാഹ് യത്ലൂ സുഹഫൻ മുതഹ്ഹറ ഫീഹാ കുതുബുൻ ഖയ്യിമ وما تفرق الذين اوتوا الكتاب الا من بعد ما جاءتهم البينة. എന്തുകൊണ്ടാണ് ഈ സത്യത്തിന്റെ പിന്നാലെ ഞങ്ങൾ നിൽക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത ജൂതന്മാർ എന്തുകൊണ്ടാ പുറകോട്ട് പോയത്? അവർ വിചാരിച്ചത് ജൂതന്മാരെ കൂട്ടത്തിൽ ഒരാളായിരിക്കും അന്ത്യ റസൂൽ എന്നാണ്. അപ്പോഴാണ് റസൂലായി വന്നത് ആമിന എന്ന പാവപ്പെട്ട പെണ്ണിന്റെ പുത്രൻ മുഹമ്മദ് മുസ്തഫ. എന്താ അവർ ചെയ്തത്? അവർക്കറിയാമായിരുന്നു മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ്. ഒരു നിലക്ക് മക്കക്കാർ ജൂതന്മാർക്കയിൽ വേദമില്ല എന്ന് വിചാരിച്ചിട്ട് മുഷാവറ നടത്താനും ഫത്വക്ക് വേണ്ടിയും ഒരു സംഘം മുശ്രിക്കുകളായ മക്കക്കാർ ജൂത നേതാക്കളെ സമീപിച്ചു. നിങ്ങളല്ലേ പറഞ്ഞിരുന്നത് അന്ത്യപ്രവാചകൻ വരാനായിട്ടുണ്ട് എന്ന്? മുഹമ്മദ് അത് വാദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ ജൂതന്മാർ പറഞ്ഞു ലൈസ ഹുവ, ഞങ്ങളത് പറഞ്ഞത് ശരിയാണ്, പക്ഷേ അത് മുഹമ്മദ് അല്ല. ആരോട് പറഞ്ഞ്? മക്കക്കാരോട് പറഞ്ഞു. ആര് പറഞ്ഞു? ജൂതന്മാർ പറഞ്ഞു. എന്നിട്ട് ഇയാൾക്കെതിരെ ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണ തരാന്ന് പറഞ്ഞു. ചിന്തിക്കണം. ഖന്തക്കിൽ അടക്കം ഓരോന്നിലും അവർ ബന്ധമുണ്ടായിട്ടുണ്ട്. ഖന്തക്കിലടക്കം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ എല്ലാ സന്നാഹവും അവരൊരുക്കി കൊടുത്തു. സത്യത്തിൽ അവരുടെ കയ്യിൽ തൗറാത്തുണ്ട്. എന്താ പ്രശ്നം? അസൂയ. ആരോട്? മുത്തുനബിയോട്. അസൂയ ആരോട്? ശഖ്സിയത്ത് മുഹമ്മദ്. പഠിക്ക്, ചരിത്രം പഠിക്ക്. അവിടെ നിന്നാണ് ഫാത്തിഹയുടെ അവസാനം വന്നത്. ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവിൽ നിന്ന് കോപം വാങ്ങിയവരും പിഴച്ചു പോയവരും. എന്താണ് അല്ലാഹുവിനോട് കോപിക്കാനുള്ള കാരണം? അല്ലാഹുവിന്റെ കനകക്കനിയായ നിഅമത്തുൽ കുബറയായ പുണ്യ മുഹമ്മദ് മുസ്തഫയോട് അസൂയ വെച്ചു. പിന്നെ അസൂയ ആരോടുമുണ്ടായി? ജിബ്രീലിനോട്. ഇന്നഹു അസബിയുൻ. ജിബ്രീൽ പക്ഷപാതിയ. പണ്ട് ജിബ്രീൽ ആള് തിരക്കേടില്ല, ഇപ്പോൾ പക്ഷപാതിയ. ഞങ്ങളെ വഴിക്ക് തിരിഞ്ഞു നോക്കണില്ല. എപ്പോഴും ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്ക് വഹി എത്തിച്ചു കൊടുക്കുന്നില്ല. ആർക്കാ കൊടുക്കുന്നത്? മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മീകായിൽ നല്ല ആളാ. മീകായിൽ അന്നും ഇന്നും എല്ലാവർക്കും ഒരുപോലെ മഴ തരും. അതുകൊണ്ട് ഈ വഹി മീകായിൽ കൊണ്ടുവന്നാൽ ഞങ്ങൾ അംഗീകരിക്കാം, ജിബ്രീലിന് അംഗീകരിക്കാൻ കഴിയില്ല. ആര് പറഞ്ഞു? യൂതന്മാര്. അപ്പോൾ ഇറങ്ങിയ ആയത്താണ് എന്ത്? എന്താണോ ജൂതന്മാരെ ജിബ്രീലിനോട് എതിരാകുന്നു നിങ്ങൾ? അല്ലാഹുവിന്റെ കൽപ്പന നടത്തുക മാത്രമാണ് ജിബ്രീൽ ചെയ്യുന്നത്. സയ്യിദുനാ ജിബ്രീൽ, ഉറക്കെ പറ സയ്യിദുനാ ജിബ്രീൽ. എന്താ ജിബ്രീലിനോട് അസൂയ ഉണ്ടാകാൻ കാരണം? നബുവത്ത് ആർക്കാ കൊടുത്തത്? പറ, ആർക്കാ കൊടുത്തത്? മുത്തുനബിക്ക്. വഹി മുഴുവനും ആർക്കാ കൊടുക്കണത്? മുത്തുനബിക്ക്, മുത്തു മുഹമ്മദ് മുസ്തഫ. അപ്പൊ പ്രശ്നം എന്താ? പ്രശ്നം പണ്ടു പണ്ടേ ഫാത്തിഹയിലെ അവസാനായത്ത് രണ്ടു തരമാണ്. ഫാത്തിഹയിലെ അവസാനായത്ത് രണ്ട് തരം. ഒന്ന് മുബശ്ശിരീങ്ങൾ. ആരുടെ? മുഹമ്മദ് മുസ്തഫയുടെ മുത്തബിഈങ്ങളും. രണ്ട് ഹാസിദീങ്ങൾ റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുബശ്ശിരീങ്ങളും മുത്തബിഈങ്ങളുമായ ആളുകൾ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഹാസിദീങ്ങൾ മഗ്ലൂബി അലൈഹിം ളാലിൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആരാ അച്ചുതണ്ട്? മുഹമ്മദ് മുസ്തഫ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു നിഅമത്ത് ചെയ്തവരുടെ മാർഗം. ഒരാളാരാ? സയ്യിദുനാ ഇബ്രാഹിം. ആരാണ് സയ്യിദുനാ ഇബ്രാഹിം? മുബശ്ശിറാണ് ബിൻ നബിയിൽ മുസ്തഫ. ഒന്നാരാണ്? സയ്യിദുനാ ആദം. ആരാണ് ആദം? മുബശ്ശിറാണ് ബിൻ നബിയിൽ മുസ്തഫ. ഒന്നാരാണ്? നൂഹ്. ആരാണ്? നൂഹ് മുബശ്ശിറാണ് ബിൻ നബിയിൽ മുസ്തഫ.
ഏതുവരെ? സയ്യിദുനാ ഈസ വരെ. ഈസ അത് തുറന്നും പറഞ്ഞു, മുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. തുറന്നിട്ട് പറഞ്ഞു. ആര്? ഈസ. ഈസക്ക് ശേഷം നബിയില്ല. സയ്യിദുനാ ഈസ തുറന്നു. ഈസ തുറന്ന് പറഞ്ഞ് ഞാൻ വന്നിട്ടുള്ളത് എന്തിനാ? മുബശ്ശിറൻ ബിറസൂലിൻ, ഒരു റസൂലിനെ പറ്റി സന്തോഷം പറയാനാണ്. ഇവിടെ വരാനുള്ള ഒരാളെ പറ്റി സന്തോഷം അറിയിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. സയ്യിദുനാ ഈസ യഅതി മിൻ ബഅദി, ഞാൻ രംഗം വിട്ടാൽ ആ ആൾ വരും. ഇസ്മുഹു അഹ്മദ്, ഇസ്മുഹു അഹ്മദ്, ഇസ്മുഹു അഹ്മദ്, ഇസ്മുഹു അഹ്മദ്. ആ ആളിന്റെ പേരാണ് എന്ത്? അഹ്മദ്. അഹ്മദ്, ഉറക്കപ്പറ അഹ്മദ്. അല്ലാഹു അഹദ്, അല്ലാഹുവിന്റെ കമിലായ അബ്ദ് അഹ്മദ്. അല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹുവിന്റെ കാമിലായ അബ്ദ് അഹ്മദ്. ഹഇന്റെയും ദാലിന്റെയും ഇടയിൽ തിക്കി തിരക്കിയിട്ട് മീമാണ് കയറ്റി. അഹദിൽ മീമ് കയറ്റിയപ്പോൾ അഹ്മദായി. ആ മീമ പുറത്തെടുത്ത് പിന്നെ മുഹമ്മദാക്കി. അഹദിൽ നിന്ന് അഹമ്മദ് വന്നു. അഹദാല, അഹദ് സമ്പൂർണ്ണൻ. അഹമ്മദോ സൃഷ്ടികളിൽ സമ്പൂർണ്ണൻ. സമ്പൂർണ്ണമായ സൃഷ്ടാവും സമ്പൂർണ്ണമായ സൃഷ്ടിയും കഴിഞ്ഞ് വിശ്വസിച്ചു. ബാക്കിയുള്ളവരോ ഉണ്ടായാലും വേണ്ടില്ല, ഉണ്ടായാലും വേണ്ടില്ല. ദാലും കൂടി തിക്കി തിരക്കി അങ്ങോട്ട് കയറ്റി. മീമോട് കയറ്റി. മീമമർമ്മം. മീമിലാണ് ബിസ്മി അവസാനിപ്പിച്ചത്. മീമിലാണ് മറ്റേ താഴത്ത് അവസാനിപ്പിച്ചത്. മീമിലാണ്. പിന്നെ പൊരുളിലേക്ക് ഇറങ്ങിയപ്പോൾ അലിഫ് ലാം മീം, അതും മീമിൽ അവസാനിപ്പിച്ചത്. മീമ പൊരുള. ചിന്തിക്കണം. മീമ് പൊരുളാണ്. മീമ് വലിയ പൊരുളാണ്. ഇബ്രാഹിമിൽ മീമ് അവസാനിച്ചപ്പോൾ മുഹമ്മദിൽ മീമ് കൊണ്ട് തുടങ്ങി. ഇബ്രാഹിം ആരാണ്? ഇബ്രാഹിം മുബശ്ശിറാണ്. എന്ന് സയ്യിദുനാ ഇബ്രാഹിം. എല്ലാവരും അഹദിനെയും മുഹമ്മദിനെയും പറയാൻ വേണ്ടി വന്നു. എല്ലാവരും അഹദിനെ പറയുകയും ചെയ്തു, അഹമ്മദിനെ സന്തോഷ വാർത്ത അറിയിപ്പിക്കുകയും ചെയ്തു. എല്ലാവരും ഹാഇനെയും ദാലിനെയും തിക്കി തിരക്കി മീമ് കയറ്റി അഹമ്മദിനെ പറ്റി പറഞ്ഞു. ബിഷാറത്ത് അഹമ്മദിന്, ഹഖീഖത്ത് അഹദിന്. ആദ്യമായി ഉണ്ടായത് അഹമ്മദാണ്. അഹമ്മദിന്റെ മീമ് പിന്നെ മുഹമ്മദായതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെല്ലാം കറങ്ങി ഹംദ്. അന മുഹമ്മദും വഅന അഹ്മദു, അഹ്മദും ഞാനാണ്, മുഹമ്മദും ഞാനാണ് എന്ന് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റിജാൽ ആദം മുതൽ ഇന്ന് വരെയുള്ള സ്വാലിഹൊക്കെ റിജാല. എന്തുകൊണ്ട്? അവർക്ക് മുകളിൽ ആരുണ്ട്? അഹ്മദുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഒരു റിജാലിനെ പറ്റി പറഞ്ഞു തുടക്കത്തിൽ. ഇന്ന ലില്ലാഹി റിജാലൻ മൻ നദറ ഇലൈഹിം സഈദ ലാ യസ്ഖാ ബഅദഹാ അബദാ. അല്ലാഹുവിന് ചില ആണുങ്ങളുണ്ട്, നല്ല മനസ്സോടെ ആ ആണുങ്ങളെ ഒരു വട്ടം നോക്കിയാൽ മതിയാകും, സഈദ ആൾ വിജയിക്കും. ലാ യസ്ഖാ ബഅദഹാ അബദാ, പിന്നെ അയാൾ ദോഷിയാവുകയില്ല. അതിൽ ഉറക്കാറ്റ് നിസ്കരിക്കാത്തവരുണ്ട്. ഈ നോക്കിയവരെ കൂട്ടത്തിൽ ഉറക്കാറ്റ് നിസ്കരിക്കാത്തവരുണ്ട്. വലം യസ്ജുദു ലില്ലാഹി സജദതൻ വാഹിദ, ഒരു സുജൂദ് ചെയ്യാതെ മരിച്ചവരുണ്ട് ആ കൂട്ടത്തിൽ. ആരാണ് റിജാൽ എന്നറിയോ? ആ റിജാൽ സയ്യിദുനാ ആദം മുതൽ ഈസ വരെയും പിന്നെ സിദ്ദീഖുൽ അക്ബർ മുതൽ നമ്മൾ വരെയും അല്ലാഹു ആക്കി തരട്ടെ. അങ്ങനെ ആവണം. നമ്മളെ നോക്കിയാൽ മറ്റുള്ളവനെ ഇതായിട്ടോ അവിടേക്ക് നമ്മളാവണം. അതിന് നമ്മൾ എന്ത് വേണമെന്നറിയോ? അഹമ്മദിലേക്ക് ചേർന്ന് നിൽക്കണം. എന്തുകൊണ്ടാണ് ആദമിന്റെ വൽപ്പത്രം അഹമ്മദിലേക്ക് ചേർന്നു? എന്താണ് ഈസാന്റെ വൽപ്പത്രം അഹമ്മദിലേക്ക് ചേർന്നു? ഈസ പറഞ്ഞു, എന്റെ ദൗത്യം ഇത്രയേ ഉള്ളൂ, ഞാൻ എന്തിനാ വന്നത്? അഹമ്മദിനെ പറയാൻ വന്നതാണ്. സയ്യിദുനാ ഈസ തുറന്നു പറഞ്ഞു, ഞാൻ എന്തിനാ ഇവിടെ വന്നത്? അഹമ്മദിനെ പറയാൻ വന്നതാണ്. അത്രയേ ഉള്ളൂ. അഹമ്മദാകട്ടെ ഈസാ നബിയുടെ ഉമ്മയുടെ പുടിയാപ്പിളയുമാണ്. അപ്പളാപ്പയാണ്. ആര്? അഹമ്മദ്. അവന്റെ അടിയാറുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചാൽ പിന്നെ ആദ്യം നടത്തുക അഹമ്മദിന്റെ കല്യാണമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹദായ റബ്ബ്, ഖുൽ ഹുവല്ലാഹു അഹദായ റബ്ബ്. അഹദായ റബ്ബ് തന്റെ അടിയാറുകളെ സ്വർഗത്തിലാക്കിയാൽ പിന്നെ ആദ്യം നടത്തുക അഹമ്മദിന്റെ കല്യാണമാണ്. ആരെ കെട്ടും?
ഈസയുടെ ഉമ്മയെ കിട്ടും. മറിയം, ഉറക്കപ്പറ മറിയം, 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 ഉറക്കപ്പറ മറിയം. ആ മറിയമിൻ അഭയം കൊടുത്ത മരത്തെ പോലും അഹ്മദ് ബഹുമാനിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ മിൻ ഷജറത്തിൻ അശ്റഫ വലാ അഅ്ളമ മിൻ ഷജറത്തിൻ ഫലദത തഹ്തഹാ ഉമ്മു ഈസ. ഈസാന്റെ ഉമ്മ പ്രസവിച്ച ഒരു മരച്ചോടുണ്ട്, ആ മരത്തെക്കാൾ നല്ലൊരു മരം ഭൂമിയിലുണ്ടെന്ന് ഇല്ലെന്ന് മുഹമ്മദ്. മാ മിൻ ഷജറത്തിൻ അഅ്ളമ വലാ അശ്റഫ മിൻ ഷജറത്തിൻ വലദത തഹ്തഹാ ഉമ്മു ഈസ. ഒരു മരത്തെക്കാൾ വലിയൊരു മരം ഇല്ല. ആ മരത്തിന്റെ ചുവട്ടിലാണ് ഈസയുടെ ഉമ്മാടെ പ്രസവം നടന്നിട്ടുള്ളത്. ഈസയുടെ ഉമ്മാര മറിയം, മറിയം പ്രസവിച്ചത് ഒരു മരച്ചോട്ടിലാണ്. അതിനേക്കാൾ ഷറഫുള്ള ഒരു മരവും ഇല്ല. കരിഞ്ഞു പോയതാണെങ്കിലും ഈത്തപ്പനയല്ലേ മറിയമേ, നീ ഒന്ന് പ്രസവ വേദനകൾക്കിടയിൽ ഒന്ന് കുലുക്കിയാൽ മതി, ഞാനതിനെ പച്ചയാക്കിയിട്ട് സമൃദ്ധമായ ഈത്തപ്പഴം തന്നോളാം മറിയമേ. ഓർമ്മല്ലേ ഇടമരം, ഈത്തപ്പന. ആ മരത്തിനെ പോലും ബഹുമാനിക്കണം എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. മാ മിൻ ഷജറത്തിൻ അഅ്ളമ വലാ അശ്റഫ മിൻ ഷജറത്തിൻ വലഅത തഹ്തഹാ ഉമ്മു ഈസ. ഈസാന്റെ ഉമ്മ ഈസയെ പ്രസവിച്ച ഒരു മരമുണ്ടല്ലോ, ആ മരത്തെക്കാൾ ബഹുമാനിക്കപ്പെടേണ്ട ഒരു മരവും ഭൂമിയിലില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളാരാ? അത് മുത്തുനബിയുടെ ഭാര്യയാണ് റളിയല്ലാഹു അൻഹ. ആര്? ആര്? മറിയം. അപ്പോഴോ പിറക്കാത്ത മോന്. ആരുടെ? മുത്തുനബിയുടെ. ആര്? ഈസ, പിറക്കാത്ത മോന്, ഭാര്യയുടെ മോന്. ഉപ്പല്ലാത്ത നിങ്ങൾ വിചാരണ ഉപ്പാക്ക് സ്ഥാനത്ത് ഗാർഡിയൻ ഉണ്ടല്ലോ. ഗാർഡിയൻ ആരാ? ഗാർഡിയൻ ലോകത്തിന് മുഴുവൻ ഗാർഡിയൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. വിശ്വത്തിനാസകലം ഗാർഡിയൻ. അതുകൊണ്ടാണ് എളാപ്പാന്റെ ദീൻ നാശായപ്പോൾ ഇറങ്ങി വന്നത്. തട്ടുപുറത്ത് കാത്തിരിക്കുന്നത് എളാപ്പാന്റെ ദീൻ ഇവർ എത്രത്തോളം നാശാവും അപ്പോൾ തട്ടുപുറത്ത് നിന്നാകും. എളാപ്പയെ പറ്റി പറയാനാണ് ഞാൻ വന്നത്. അഹദിന്റെ ഏറ്റവും മഹാസൃഷ്ടിയായ അഹമ്മദിനെ പറയാനാണ് ഞാൻ വന്നതെന്ന് ഈസ. സ്വർഗത്തിൽ പോലും മഹത്വം അഹമ്മദിന്റെ കല്യാണമാണ്. ഈസാന്റെ ഉമ്മയെ കല്യാണം കഴിക്കും. തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങളെ തൂക്കുമ്പോൾ നന്നം പാടി താളത്തിലാടി മേളത്തിൽ ഉങ്ങളെ ചേർക്കല്ലോ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആ തോരണം തൂട്ടിയ കല്യാണ സദസ്സിലേക്ക് അള്ളാഹു നമ്മളെയും കൂട്ടട്ടെ. അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഉറക്കപ്പറ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. എന്തിനാണ് ദജ്ജാലിനോട് ഇത്രമേലെ ശത്രുത സയ്യിദുനാ ഈസാക്ക്? എളാപ്പാന്റെ ദീനും നശിപ്പിക്കുകയും എളാപ്പാന്റെ സമുദായത്തെ ഏറ്റവും ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ ആൺകുട്ടിൻ്റെ ഇറങ്ങിയാണ്. ആര്? സയ്യിദുനാ ഈസ. സ്വന്തം വേദഗ്രന്ഥം നശിപ്പിച്ചവരോട് പോലും ഉള്ള ശത്രുതയേക്കാൾ വർഷമുള്ള ശത്രുത കാട്ടിയ സയ്യിദുനാ ഈസ. ചെറിയ ശത്രുതയല്ല, ചെറിയ പ്രതികാരമല്ല ഈസ ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിക്കണം. ദജ്ജാലിനെ വെറുതെ വിടുകയില്ല സയ്യിദുനാ ഈസ. എന്നാൽ അതേ ഈസായുടെ ഇഞ്ചിയിലെ ചില്ലറ കൊല്ലം കൊണ്ട് നശിപ്പിച്ചവർ ഇവിടെയുണ്ട്. അവരോട് ഇറങ്ങി ചെയ്തുകൂടായിരുന്നോ സയ്യിദുനാ ഈസാക്ക്? കൽപ്പനയില്ല. എന്തുകൊണ്ട്? അത് പോയെങ്കിൽ ഒന്നും വരാൻ പോണില്ല. അതിനത്രയേ ഉള്ളൂ. എക്സ്പയറി ഡേറ്റ് കഴിയുന്ന സാധനത്തിന് നേരത്തെ ആരെങ്കിലും പിടിച്ച പ്രശ്നമൊന്നുമില്ല. എക്സ്പയറി ഡേറ്റ് കഴിയാത്ത സാധനം, അത്രയും നല്ല ഒറിജിനൽ സാധനത്തെ നശിപ്പിക്കുമ്പോൾ നോക്കിയിരിക്കാൻ വയ്യ. സയ്യിദുനാ ഈസ. സയ്യിദുനാ ഈസ. എന്താണ് വരവിനെ മുത്തുനബി പ്രശംസിക്കുന്നത്? തന്റെ ഭാര്യയുടെ മോനായ ഈസ ഇറങ്ങി വരുന്നത് പോലും എന്തൊരു ചമത്കൃതമായ ശൈലിയിലാണ് പ്രശംസിച്ചത്, വർണ്ണിച്ചത് പുണ്യ റസൂൽ മുസ്തഫ. മനോഹരമായ അങ്കിവസ്ത്രങ്ങൾ വായുവിൽ പറപ്പിച്ചുകൊണ്ട് മറിയമിന്റെ പൊന്നുമോൻ ഭൂമിയിൽ ഇറങ്ങും. സദാ സദാ മുത്തുമണികൾ പോലെ വിയർപ്പ് ഇങ്ങനെ ഒഴുകി വരുന്ന ആളാണ് സയ്യിദുനാ ഈസ. അങ്ങനെ ഒഴുകും. ഭയങ്കര ആരോഗ്യമുള്ള ആളാണ് സയ്യിദുനാ ഈസ. അങ്ങനെ ഒഴുകും. എന്ത് വിയർപ്പ്? മുത്തുമണികൾ പോലെ. അപ്പോൾ ഫാത്തിഹ നിങ്ങൾ ചിന്തിക്കണം. ഫാത്തിഹ എവിടുന്നാണ് വന്നത്? ബിസ്മിന്ന് തുടങ്ങി. ബിസ്മിയിൽ 2 തവണ മുഹമ്മദിനെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേതാ 2 തവണ? റഹ്മാനും റഹീമും
റഹ്മത്തിന്റെ മുകൾ പരപ്പാണ് റഹ്മാൻ, റഹീമിന്റെ മുകൾ റഹ്മാൻ, റഹ്മത്തിന്റെ മുകൾ പരപ്പാണ് റഹ്മാൻ, റഹ്മത്തിന്റെ മുകൾ പരപ്പാണ് റഹീം. റഹ്മത്തോ ലഖബ് മുഹമ്മദാണ്. മുഹമ്മദ് മുസ്തഫയുടെ പേര് 2 തവണ പറഞ്ഞുകൊണ്ടാണ് ബിസ്മി തുടങ്ങിയത്. പിന്നെയോ മുഹമ്മദ് നബിയെ പിൻപറ്റുന്നവരെയും സന്തോഷ വാർത്ത അറിയിച്ചവരെയും പ്രശംസിച്ചുകൊണ്ടും അസൂയ വെച്ചവരെ വിമർശിച്ചുകൊണ്ടുമാണ് ഫാത്തിഹ അവസാനിച്ചത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അത് 2 വിഭാഗമാണ്, ഒന്ന് മുബശ്ശിരീങ്ങളും ഒന്ന് മുത്തബിഈങ്ങളും. സ്വഹാബത്ത് മുതൽ ഇന്ന് വരെ മുത്തബിഈങ്ങൾ, ആദം മുതൽ ഈസ വരെ. പൊരുളറി ഫാത്തിഹയുടെ പൊരുളറി, ഫാത്തിഹയുടെ പൊരുളറി, ഖുർആനിന്റെ പൊരുളറി, പൊരുളറി, പൊരുള് പഠിക്ക്, പൊരുള് പഠിക്ക്. അതിനൊരു പൊരുളുണ്ട്, പൊരുള് പഠിക്ക്. ഇതെന്റെ വകയല്ല, ഇത് എതിർക്കാൻ ഭൂമിയിൽ ഒരാൺകുട്ടിക്ക് കഴിയുകയില്ല. ഈ പൊരുളായി പറയുന്നത് ഫാത്തിഹ എവിടുന്നാ തുടങ്ങിയത്? ഫാത്തിഹ ഹബീബായ നബിയുടെ പേരാണ്. ഫാത്തിഹ സൂറത്തിന്റെ പേരാണെങ്കിൽ ഫാത്തിഹ നബിയുടെ പേരാണ്. ബിസ്മില്ലോ അല്ലാഹു എന്ന് പറഞ്ഞ ഉടനെ റഹ്മാനും റഹീമും പറഞ്ഞല്ലോ. അള്ളാഹ്ക്ക് വേറെ പേരില്ലേ? അസീസ് അള്ളാന്റെ പേരല്ലേ ആണ്. പക്ഷേ അസീസിൽ മുത്തുനബിയുടെ നാമത്തിലേക്ക് സൂചനയില്ല. ഹലീം അള്ളാഹുടെ പേരല്ലേ ആണ്. പക്ഷേ ഹലീം എന്ന വാക്കിൽ മുത്തുനബിയുടെ നാമത്തിലേക്ക് സൂചനയില്ല. ചിന്തിക്കണം, ചിന്തിക്കണം. ഇത് വെറുതെ പറയുകയല്ല, ചിന്തിക്കണം. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരാണ് റഹ്മാൻ. ലൗഹും കലമും പഠിച്ചപ്പോൾ പോലും ആദ്യം ലൗഹിൽ എഴുതാൻ കലമിനോട് പറഞ്ഞത്, കലമേ കലമേ റഹ്മത്ത് എന്ന് എഴുതാതെ അതിനു മുമ്പ് ഒന്നും എഴുതരുതേ. ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? കലമിനോട് പറഞ്ഞു. എവിടെ ഉണ്ട് ഹദീസ്? ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. ലോഹിനെയും കലമിനെയും പടച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കലമിനോട് പറഞ്ഞു, കലമേ ലോഹിൽ നീ എഴുത്. പക്ഷെ ഒരു കണ്ടീഷൻ, ആദ്യം എന്തെഴുതണം? റഹ്മത്ത് എഴുതണം. ആദ്യം എഴുതിയ വാക്ക് കലം കൊണ്ട് ലോഹിൽ എഴുതിയ ആദ്യത്തെ വാക്ക് റഹ്മത്ത് എന്നാണ്. എന്തുകൊണ്ട്? അത് അള്ളാഹുവിന്റെ മെഹബൂബിന്റെ ലഖബാണ്, സ്ഥാനപ്പേരാണ്. എന്ത്? അവിടുന്നാണ് ഫാത്തിഹ തുടങ്ങിയത്. എന്നിട്ട് ഫാത്തിഹന്റെ 7ാമത്തെ വചനം എന്താ? ഇത് 7ാമത്തെ വചനം. ഈ 7ാമത്തെ വചനം മുബശ്ശിരീങ്ങളെയും മുത്തബിഈങ്ങളെയും പ്രശംസിച്ചുകൊണ്ടും ഹാസിദീങ്ങളെ വിമർശിച്ചും അവസാനിപ്പിച്ചു. സിറാത്തുൽ ലദീന. ആരാണ് ഈ നിഅമത്തുള്ള ആളുകൾ? 2 വിഭാഗം. നബിയുടെ സമാനിന് മുമ്പ് വന്നവർ മുഅ്മിനീങ്ങൾ, മുബശ്ശിരീങ്ങൾ. നബിയുടെ സമാനിന് ശേഷം വന്നവർ മുത്തബിഈങ്ങൾ. അവരോ? ഇവരെല്ലാം റിജാലുമാണ്. ആര്? മുബശ്ശിരീങ്ങളും റിജാലാണ്, മുത്തബിഈങ്ങളും റിജാലാണ്. മൻ നളറ ഇലൈഹിം നളറ സഈദ ലാ യസ്ഖാ ബഅദഹാ അബദാ. അവരെ കണ്ടാൽ പോലും പിന്നെ ദോഷിയാവും. അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹി മുഖ്തദൈതും ഇഖ്തദൈതും. എന്തിനാണ് ഈ നബിയെ നിങ്ങൾ വില കുറച്ച്? വിലയുള്ളതിന്റെ വില അറിയാതിരിക്കലാ വില കുറക്കൽ. രത്നം വാങ്ങിയിട്ട് ഒരാൾ രത്നം കൈവശമുള്ള ആള് രത്നത്തെ കല്ലിന്റെ കൂട്ടത്തിലിടൽ തന്നെയാണ് രത്നത്തോടുള്ള ശത്രുത. കല്ലല്ലേ? കല്ലാണ്. കല്ലല്ല, കല്ലാണ്. കല്ലല്ല. മാണിക്കക്കല്ല് കല്ലല്ലേ? കല്ലാണ്. കല്ലല്ല. മാണിക്കക്കല്ലിനെ ചിലക്കല്ലിന്റെ കൂട്ടത്തിലിട്ടു. അവൻ മാണിക്കക്കല്ലിന്റെ ശത്രുവല്ലേ? അങ്ങനെയൊക്കെ മാറുന്നു. ഇത് മാണിക്കക്കല്ലുമല്ല, മാണിക്കക്കല്ലിന്റെ പ്രൗഢഭംഗി മുഹമ്മദിന്റെ ജമാലാണ്. ഇന്ന് ഞാൻ ഖുർആൻ കൊണ്ട് തെളിയിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം. നക്ഷത്രങ്ങളുടെ പ്രൗഢഭംഗി എല്ലാം മുഹമ്മദിന്റെ ജമാലാണ്. എല്ലാം സൂര്യന്റെ പ്രൗഢഭംഗി മുഹമ്മദിന്റെ ജമാലാണ്. പൂർണ്ണചന്ദ്രന്റെ അഴക് മുഹമ്മദിന്റെ ജമാലാണ്. അനസ് പറയുന്നല്ലോ, പൂർണ്ണചന്ദ്രന്റെ ദിവസം നബി ഞങ്ങളുടെ മുന്നിലുണ്ട് മരുഭൂമിയിൽ. നളർത്തു ഇലൽ ബദരി ഇലൽ ബദരി ഇലൽ ഖമരി ലൈലത്തുൽ ബദരി വഇലാ വജ്ഹിൻ നബിയിൽ മുസ്തഫ കാന വജ്ഹുൻ നബി അൽവാ വഅഹ്സന വഅജ്മല വഅബ്ഹാ മിനൽ ഖമരി ലൈലത്തുൽ ബദരി സ്വലാത്തുല്ലാഹ്. പൂർണ്ണചന്ദ്രൻ നിന്ന രാത്രിയിൽ മരുഭൂമിയിലെ ഒരിക്കൽ നബിയും ഞങ്ങളും കൂടെയുണ്ട്. പൂർണ്ണചന്ദ്രൻ ഞങ്ങളുടെ തലക്ക് മുകളിൽ പ്രശോഭിച്ചു നിൽക്കുന്നുമുണ്ട്. ഞാൻ എന്ത് ചെയ്ത്? ഞാൻ നളർത്തു ഇലൽ ഖമരി, പൂർണ്ണചന്ദ്രനിലേക്ക് നോക്കി. വഇലാ വജ്ഹിൻ നബിയിൽ മുസ്തഫ, നബിയുടെ മുഖത്തേക്ക് നോക്കി. കാന വജ്ഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്മല വഅഹ്സന വഅൽഹാ വഅബ്ഹാ, ഏറ്റവും മനോഹരം,
പൂർണ്ണചന്ദ്രനല്ല. ആരുടെ മുഖമാണ്? പറ, ആരുടെ മുഖമാണ്? മുത്ത് മുഹമ്മദ് മുസ്തഫ. ആര് പറഞ്ഞു? അനസ് പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ റഅയ്തു യൗമൻ അജ്മല വലാ അശ്റഖ വലാ അഗ്വാ വലാ അഹ്സന മിൻ യൗമിൻ ഖദിമ ഇലൈനാ നബിയുൽ മുസ്തഫ. പുണ്യ റസൂൽ മദീനയിൽ വന്ന ദിവസത്തേക്കാൾ മനോഹരമായ, ചേതോഹരമായ, പ്രശോഭിതമായ ഒരു പകലും ഞാൻ കണ്ടിട്ടില്ല. വലാ യൗമൻ അസ്വദ വലാ അളമ മിൻ യൗമിൻ തൂഫിയ ഫീഹിൽ മുസ്തഫ. പുണ്യ റസൂൽ വഫാത്തായ പകലിനേക്കാൾ ഇരുളടഞ്ഞ ഒരു പകലും ഞാൻ കണ്ടിട്ടില്ല. അനസ് ബിൻ മാലിക്, ഉറക്കെ പറ, അനസ് ബിൻ മാലിക്. റസൂലുള്ളാഹി വഫാത്തായപ്പോൾ സൂര്യന്റെ പ്രഭ പോലും നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എനിക്കിങ്ങനെ തോന്നും, പണ്ട് നബിയുടെ കാലത്തെ സൂര്യന് ഇതിനേക്കാൾ ഭംഗിയുണ്ടായിരിക്കും. പിന്നെ സൂര്യന്റെ ഭംഗിയും പോയിട്ടുണ്ട്. ഇപ്പോൾ സൂര്യന് ഇഹ്ലാക്കാണുള്ളത്, ഭംഗിയല്ല, ഇഹ്ലാക്ക്, നശിപ്പിക്കൽ. ഇപ്പോൾ സൂര്യൻ എന്ത് ചെയ്യുന്നറിയോ? ആളെ കൊല്ലും, സൂര്യാഘാതം. മറ്റത് ജമാലാണ്. എന്തുകൊണ്ട്? ജമീൽ ഉണ്ടാകുമ്പോൾ ജമാൽ ഉണ്ടാവുമല്ലോ. എന്തുകൊണ്ട്? പ്രപഞ്ചത്തിൽ ഏതിന് കിട്ടിയ അനുഗ്രഹവും റഹ്മത്താണ്. റഹ്മത്തിന്റെ വാതിൽ മുഹമ്മദാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഒരാളുണ്ട്. സിനായ് മരുഭൂമിയിലൂടെ പലതവണ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. 60,000 ചതുരശ്ര കിലോമീറ്റർ ആണ് സിനായ് മരുഭൂമി. സിനായ് മരുഭൂമിയിലെ എല്ലാ പർവ്വതങ്ങളും ചുവന്ന പർവ്വതങ്ങളാണ്. അതിന്റെ ഓരത്തൂടെ ചെങ്കടൽ നീങ്ങുന്നു. ചെങ്കടൽ എന്ന പേര് കിട്ടാനുള്ള കാരണം എന്താ? സീനായ് മരുഭൂമിയിലെ ചെങ്കുത്തായ ചുവന്ന പർവ്വതങ്ങൾ, അതിന്റെ പ്രതിബിംബം വെള്ളത്തിൽ വന്നു ലയിക്കുമ്പോൾ, അതിന്റെ പ്രതിഫലനം വെള്ളത്തിലേക്ക് വരുമ്പോൾ, യാത്ര പോകുന്ന വെള്ളത്തിലുള്ള യാത്രക്കാരനും കരയിലൂടെ സഞ്ചരിക്കുന്നവനും ഒരു വേള വിചാരിച്ചു പോകും, വെള്ളം ചുമന്നിട്ടാണോ? അതുകൊണ്ട് കിട്ടിയ പേരാണ് എന്ത്? ചെങ്കടൽ. അല്ലാതെ ശുദ്ധമായ വെള്ളമാണ് ചെങ്കടലിലെ വെള്ളം. അറബിക്കടലിലെ വെള്ളത്തിന്റെ 100 ഇരട്ടി ശുദ്ധത. നമ്മളെ കോഴിക്കോട്ട് നമ്മൾ ചെന്നാൽ, കോഴിക്കോട്ടെ കടപ്പുറത്ത് ചെന്നാൽ ആ വെള്ളത്തിന്റെ ആഴം കാണാൻ കഴിയില്ല. ചെങ്കടൽ അങ്ങനെ പ്യൂർ വെള്ളമാണ്. പക്ഷെ എന്നിട്ടും പേരെന്താ? ചെങ്കടൽ. ഇതിന് കാരണം എന്താ? 60,000 കിലോമീറ്ററുള്ള സിനായ്, ചതുരശ്ര കിലോമീറ്ററുള്ള സിനായ് മരുഭൂമിയിൽ ചെങ്കുത്തായ മലകളുണ്ട്. ആ മലയുടെ പ്രതിബിംബം എങ്ങോട്ട് വരും? വെള്ളത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ആ പ്രതിഫലനം കാണുന്ന ഒരാൾ ഒരു വേള പെട്ടെന്ന് നനച്ചു പോകും. വെള്ളം ചുവപ്പാണോ? ചുവപ്പല്ല, പ്യൂർ വെള്ളം തന്നെയാണ്. പക്ഷെ ഈ പ്രതിഫലനം വന്നിട്ട് വിചാരിച്ചു മൊത്തം സിനായ് മരുഭൂമിയിലെ മലകളും ചുമന്നിട്ടാണ്. ഒരു മല മാത്രം കറുത്തിട്ടാണ്. ഒറ്റ മല, ഒരു മല കറുത്തിട്ടാണ്. എന്താ കാരണം? ഒരു മല കറുത്തിട്ടാണ്. ഒരു മല കറുപ്പാണ്, ഒരു മലക്ക് കറുപ്പാണ്. എന്താ വിഷയം? ആ മലയുടെ പരിസരത്ത് വെച്ച് ഒരിക്കൽ അല്ലാഹുവോട് പറഞ്ഞു, സയ്യിദുനാ മൂസ, റബ്ബി അരിനി അൻദുറിലേക്ക്, എനിക്ക് നിന്നെ ഒന്ന് കാട്ടിത്താ, എനിക്ക് നിന്നെ ഒന്ന് കാണണം റബ്ബേ. ആര് പറഞ്ഞു? സയ്യിദുനാ മൂസ. അപ്പോൾ അല്ലാഹു പറഞ്ഞു, ലൻ തറാനി, നിനക്കെന്നെ കാണാൻ ഒരിക്കലും കഴിയില്ല. ഇനി നിനക്ക് നിർബന്ധമാണെങ്കിൽ ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعقا. പിന്നെ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ നേരിയ തജല്ലി എന്ന് പറഞ്ഞാൽ നേരിയ ഒരു പ്രകാശത്തിന്റെ അല്പഭാഗം ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കൻ, അത് കത്തിക്കരിഞ്ഞുപോയി. ഏത്? ആ മല. അപ്പുറത്ത് അത് നോക്കി നിന്ന മൂസാ നബി ഫഖറ മൂസ സഅഖ, ഉൾക്കൊള്ളാൻ കഴിയാതെ ബോധം കിട്ടുവാണ്. ഇന്നും ഇത് നടക്കുന്നത് BC 14-ാം നൂറ്റാണ്ടിലായിരിക്കും. അതായത് നമ്മുടെ ഏകദേശം 3500ഓളം കൊല്ലം മുമ്പ്. ഇന്നും ആ മല കറുത്തതാണ്. ഇന്നും കറുത്തതാണ്. നേരിയ പ്രകാശം ആ മലയിലേക്ക് സൂറത്തുൽ അറാഫിലുണ്ട് ഈ ആയത്ത്. فلما تجلى ربه للجبل جعله دكا وخر موسى صعقا. ബോധരഹിതനായി വീണു സയ്യിദുനാ മൂസ. നേരിയ പ്രകാശം വന്നപ്പോ നോക്കാൻ കഴിഞ്ഞില്ല. ആർക്ക്? സയ്യിദുനാ മൂസ. ഇനി മുഹമ്മദ് നബിയോ?
ثم دنا فتدلى فكان قاب قوسين أو أدنى. അടുത്തു അല്ല പിന്നെയും അടുത്തു, രണ്ട് വില്ലുകൾക്കുള്ള ഇടയിലുള്ള അടുപ്പം പോലെ അടുത്തു. ആരോട്? റബ്ബിന്റെ നൂറാനിയത്തിനോട്. അങ്ങോട്ട് പോയി. ഇവിടെ വന്ന നേരിയ പ്രകാശം കാണാൻ കഴിയാതെ ബോധം കിട്ടു വീണു. ആര്? അതിന്റെ കേന്ദ്രത്തിൽ പോയി കണ്ടു. ആര്? മുഹമ്മദ്. എവിടെയുണ്ട്? ഖുർആനിലുണ്ട്. അപ്പൊ ആളാരാ? അങ്ങനത്തെ മൂസാ നബിന്റെ ചെരിപ്പേറ്റ് നടക്കാൻ ഇസ്രായേലിലൂടെ അല്ലാഹു തആല കൽപ്പിച്ചു. അപ്പൊ ഈ ആളെ ചെരുപ്പ് നമ്മൾ എത്ര കൊല്ലേറ്റണം? ചില ആളുകളൊക്കെ ചെരുപ്പിന്റെ ഒരു നക്ഷ ഉണ്ടാക്കിയിട്ട് തൊപ്പിയിലിടും. അതിനൊരു അർത്ഥമുണ്ട്. അതൊരു ചെരിപ്പേറ്റലാണ്. ചെരിപ്പേറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ആരോട്? ഇസ്രായേലിനോട്. ഭൂമിയിലേക്ക് വന്ന തെജല്ലി എന്ന വാക്കിന്റെ അർത്ഥം നേർമയുള്ള പ്രകാശം പോലും കാണാൻ ആർക്ക് കഴിഞ്ഞില്ല. ബോധം കിട്ടണം വേണം സയ്യിദുനാ മൂസ. ഇത് പിന്നെ അടുത്തു, വീണ്ടും അടുത്തു. عجائب عالم الملكوت وسرائر الناسوت والجبروت عينا مدرسة مسجد اللاهوت كم من لدني إن هباه علوما صلوا عليه وسلموا تسليما. എന്തിനാണ് മുസ്ലിമീങ്ങളെ ഈ പ്രൗഢ ഭംഗിയെ നമ്മൾ കൊലക്കൊടത്തിൽ തടക്കണത്? മുഹമ്മദ് മുസ്തഫ عجائب عالم الملكوت وسرائر الناسوت والجبروت عينا مدرسة مسجد اللاهوت كم من لدني إن هواه علوما صلوا عليه وسلموا تسليما. ഈ ബൈത്ത് റൗളയുടെ അടുത്ത് ചെന്ന് ചെല്ലിയപ്പോൾ റൗളയുടെ ഇരുമ്പ് ചങ്ങല പൊട്ടിപ്പോയി. ആര് ചൊല്ലിയപ്പോൾ? ഉമർ ഖാളി ചൊല്ലിയപ്പോൾ. ഇത് ഉമർ ഖാളിയുടെ ബൈത്താണ്. ചെങ്ങല പൊട്ടി. മലക്കൂട്ടി ലോകത്തെ അത്ഭുതങ്ങൾ അവിടെ പോയി കണ്ടു നടന്ന നബിയാണ് ഞങ്ങളുടെ നബി. ലോകങ്ങൾ നേരിട്ട് പോയി കണ്ട നബിയാണ് ഞങ്ങളുടെ നബി. ഞങ്ങളുടെ നബിയുടെ കണ്ണ് നിങ്ങൾക്കറിയോ? ഐനൻ മുദല്ലിസ മസ്ജിദിൽ ലാഹൂതി കമ്മിൽ ലദുന്നീൻ ഹവാഹു ഉലുമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഐനൻ മുദല്ലിസ മസ്ജിദിൽ ലാഹൂതി എന്ന വരിക്ക് ഒരു മലയാള കവി ഒരു പരിഭാഷ എഴുതിയിട്ടുണ്ട്. കമ്മിൻ അതിനൊരു പരിഭാഷ എഴുതിയിട്ടുണ്ട് ഒരു മലയാള കവി. എന്തിന്? ഐനൻ മുദല്ലിസ മസ്ജിദിൽ ലാഹൂതി. ലാഹൂത്ത് പള്ളിയിൽ ഗുരുവര്യനായുള്ള ഏകദൈവത്തെയും കണ്ണാലെ കണ്ടവൻ. മലക്കൂട്ടി ലോകത്തെ വിസ്മയ കാഴ്ചകൾ, നാസൂത്ത് ജബറൂട്ടിൻ ഗുഡമാം പൊരുളുകൾ. ജ്ഞാന ഭണ്ഡാരത്തിൽ നിന്നെ ഇത്ര ഇതുപോലെ കണ്ടുതൻ കണ്ണാലെ നബി എന്ന രാത്രി. ലാഹൂത്ത് പള്ളി ഗുരുവര്യനായുള്ള ഏക ദൈവത്തെയും കണ്ണാലെ കണ്ടവൻ. പ്രാർത്ഥിപ്പൂ നിങ്ങളാ നബിയാർക്ക് അനുദിനം ശാന്തിക്കായി പ്രാർത്ഥിപ്പീൻ, ശാന്തി നേടുവിൻ. ഒരു മലയാള കവി ഇതിനെഴുതിയ പരിഭാഷയായിട്ട്. ലാഹൂത്ത് പള്ളിയിൽ ഗുരുവര്യനായുള്ള ഏക ദൈവത്തെയും കണ്ണാലെ കണ്ടവൻ. ആര്? മുഹമ്മദ് മുസ്തഫ. അതിനെപ്പറ്റി പിന്നെ പുറത്ത് പറഞ്ഞു. എന്തേ പറഞ്ഞത്? മാ കദബൽ ഫുആദു മാ റആ. കണ്ടത് ഹൃദയം നിഷേധിച്ചിട്ടില്ല. മാ സാഗൽ ബസറു. കണ്ണ് തെറ്റിയിട്ടില്ല. കണ്ണ് അതിൽ വിട്ട് കടന്നിട്ടുമില്ല. ആരെപ്പറ്റി പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കുക, ഇങ്ങനെ ഒരാളുണ്ട് ലോകത്ത്. അല്ലാഹു നൽകിയ മഹാത്ഭുതമാണ് മുഹമ്മദ്. കമിലായ റബ്ബിന്റെ കമിലായ അബ്ദാണ് മുഹമ്മദ്. കമിലായ റബ്ബിന്റെ കമിലായ അബ്ദാണ് മുഹമ്മദ്.
കമിലായ റബ്ബിന്റെ കമിലായ അബ്ദാണ് മുഹമ്മദ്. പറ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ നബിതം കഴിക്കണവർ പറഞ്ഞ് അള്ളാന്റെ അപ്പുറത്താക്കിയോ നബിയെ. അതാക്കിയില്ല എന്ന് നബിദിനം കൊണ്ട് തന്നെ മനസ്സിലായില്ലടോ. നബി ജനിച്ച ദിവസം എന്നല്ലേ ഞങ്ങൾ നബിദിനത്തിനെ പറ്റി പറയുന്നത്. ജനിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ല, സൃഷ്ടിയായി. ഇല്ലെങ്കിൽ ഞങ്ങൾ മറിച്ചൊക്കെ ഉണ്ട്, ജനിച്ചിട്ടില്ല. ലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബ ഹുനാതിഖും ബിഫമി. എത്ര വലിപ്പം പറഞ്ഞാലും നീ എത്ര പറഞ്ഞാലും ആ മഹാന്റെ വലിപ്പമാവുകയില്ല. അങ്ങനെയല്ലേ പറഞ്ഞത്? വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫിൻ. എത്രയും ശറഫ് ചേർത്ത് പറഞ്ഞു. വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ അളഫിൻ. അവിടുത്തെ ഖദറിന്റെ എത്രയും അളമത്ത് നീ പറഞ്ഞു. എത്ര പറഞ്ഞാലും ഇവിടേക്കൊന്നും എത്തില്ല. എന്തുകൊണ്ട്? ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ. നബിയെ പറ്റി പറഞ്ഞ് അതിർത്തിയിലെത്താൻ ഒരാൾക്കും കഴിയില്ല. നീ പറഞ്ഞോട്. فإن فضل رسول الله ليس له حد فيعرب هناتق بفمه. ഇത് അല്ലാഹുവിന്റെ നിഅമത്തിൽ കുബറയാണ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിലേക്കുള്ള ദലീലാണ് മുഹമ്മദ് മുസ്തഫ. മൻ അറഫനി ഫഖദ് അറഫൽ ഹഖ. എന്നെ അറിഞ്ഞവൻ അല്ലാഹുവിനെ അറിഞ്ഞു. മുഹമ്മദ് മുസ്തഫ എന്നെ അറിഞ്ഞാൽ അല്ലാഹുവിനെ അറിഞ്ഞു. അതുകൊണ്ട് എന്നെ അറിയുക. എന്നെ അറിഞ്ഞാൽ അല്ലാഹുവിനെ അറിഞ്ഞു. എന്നെ കണ്ടവൻ അല്ലാഹുവിനെ കണ്ടതുപോലെ മൻ റആനി ഫഖദ് റഅൽ ഹഖ. എന്നെ കണ്ടാൽ അല്ലാഹുവിനെ കണ്ടതുപോലെ, എന്നെ അറിഞ്ഞാൽ അല്ലാഹുവിനെ അറിഞ്ഞതുപോലെ എന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ മുഹമ്മദ് മുസ്തഫ. ആൺകുട്ടിയാണ് നോക്ക്. ആരാ ആൺകുട്ടി? നമ്മളൊരാൾ നോക്കുമ്പോൾ പോലും ഒന്നാവും. എന്തുകൊണ്ട്? നമുക്കൊരാളുണ്ടാവും മുനീറിന്റെ ഇനാറത്തിൽ നിന്ന് നൂറ് കിട്ടുക. വലിയ വിളക്കിൽ നിന്ന് അതിന്റെ താഴെയുള്ള വിളക്ക് കത്തിച്ചു. ആ വിളക്കിൽ നിന്ന് ഇനി 1000-ാമത്തെ വിളക്കിന് 1-ാമത്തെ വിളക്കിലേക്ക് മടങ്ങേണ്ടതില്ല. 1000-ാമത്തെ വിളക്കിന് 999-ാമത്തെ വിളക്കിൽ നിന്ന് കത്തിച്ചാൽ തന്നെയും 1-ാമത്തെ വിളക്കിൽ നിന്നാണ് കത്തിച്ചിട്ടുള്ളത്. കാരണം വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വസിറാജമുന്റെ പ്രകാശം കൊടുക്കുന്ന വിളക്ക് എന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫയെ അല്ലെ? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞ് വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വസിറാജം മുനീറ, പ്രകാശം കൊടുക്കുന്ന വിളക്ക്. അത് നേരെ സിദ്ദീഖിന് കൊടുത്താൽ മതി, റളിയല്ലാഹു അൻഹു. ഫാറൂഖിന് കൊടുത്താൽ മതി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അവർക്ക് കൊടുത്താൽ മതി, അസ്ഹാബുൻ നബി ആർക്കെങ്കിലും കൊടുത്താൽ മതി. ആ വിളക്കിൽ നിന്ന് ഫബി അയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും താബിഈങ്ങൾ കത്തിച്ചു. അവരിൽ നിന്ന് തബഉ താബിഈങ്ങൾ കത്തിച്ചു. നമ്മൾ കണ്ണിയത്ത് ഉസ്താദിൽ നിന്നും ശംസുൽ ഉലമയിൽ നിന്ന് കത്തിച്ചു. പൂക്കോയ തങ്ങളിൽ നിന്നും ബാഫഖ് തങ്ങൾ കത്തിച്ചു. അങ്ങനെ തന്നെയല്ലേ? പറ. നീ നമ്മൾ കുട്ടികളെ കത്തിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. കത്തിക്കണം. അതിന് നമ്മൾ അവിടെ എത്തണം. നമ്മളെ വിളക്ക് കത്തണം. എണ്ണയിൽ എന്ത് കൂടരുത്? വെള്ളം കൂടരുതടാ. വെള്ളം കൂടാ. അത് നമ്മൾ അറിയാതെ വെള്ളം കയറും. മണ്ണെണ്ണ പ്യൂറാകണം. എന്നാലോ നൂറുൻ അലാ നൂരി. അവിടുന്ന് തൊട്ട വിളക്കിന് കത്തും. അങ്ങനെയല്ലേ പറഞ്ഞ്? നൂറുൻ അല തൊടുമ്പോക്കിനെത്തും. വേറൊരു തീയിൻ്റെ ആവശ്യമില്ല, തൊടുമ്പോഴത്തിനെത്തും. മുഹമ്മദ് മുസ്തഫ. وداعيا إلى الله بإذنه وسراجا منيرا. محمد مصطفى. ركب محمد مصطفى. إذا عين 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 حق عين عيان فما عين ترى عبدا عديلا من إلى المعالي عال. إذا عين عين إذا സത്തയുടെയും സത്തയല്ലോ عين حق ഇത് حق تعالى പ്രപഞ്ചത്തിൽ നൽകിയ സത്തയല്ലോ മുഹമ്മദ്. ഈ കവിത എഴുതാൻ വേണ്ടി മഹാനായ ഉമറുൽ ഖാഹിരി ഈ കവിത എഴുതാൻ വേണ്ടി റൗളയിൽ പോയി 7 കൊല്ലം പാർത്തിട്ടുണ്ട്. അങ്ങനെ എഴുതിയ കവിതയാണ് അല്ലഫൽ അലിഫ്. അതിലുള്ള കവിതയാണിത്. നിങ്ങൾക്കറിയോ ഉമറുൽ ഖാഹിരിയെ? 30 ചില്ലാനം വരികളേ ഉള്ളൂ. പക്ഷെ ആ വരി എഴുതാൻ വേണ്ടി ആ മനുഷ്യൻ റൗളയിൽ
7 കൊല്ലം രാവും പകലും പാർത്തിട്ടെഴുതിയതാണ്. ഐനു ഐനിൻ ഐനു ഹഖിൻ ഐനു അയാനിൻ ഫമാ ഐനുൻ തറാ അബ്ദൻ അദീലൻ മനിലൽ മാലിആൽ. ഇത് ഐനു ഐനിൻ, ഇത് സത്തയുടെയും സത്തയല്ലോ. ഐനു ഹഖിൻ, ഇത് ഹഖ് തആല പ്രപഞ്ചത്തിൽ നൽകിയ സത്തയല്ലോ. ഫമാ ഐനുൻ തറാ, ഒരു കണ്ണിനും കാണാൻ കഴിയുകയില്ല. അബ്ദൻ അദീലൻ, ഇതിന് സമമായ ഒരു അടിമയെ ഇലൽ മാലിആൽ, ഏറ്റവും ഉന്നതമായ സ്ഥലത്തേക്ക് ഈ അടിമ എത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ കവിതയും എഴുതി ഉമറുൽ ഖാദി ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. ഇന്ത്യയിലെ പണ്ഡിതന്മാർക്ക് ഇത് കടിച്ച പൊട്ടാതെയായപ്പോൾ ഈ വരി പോലും വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് താനൂർ അബ്ദുറഹ്മാൻ ശൈഖ് എന്ന മഹാൻ അവാരിഫുൽ മആരിഫ് എന്ന കിതാബ് എഴുതിയത്. എന്തിന് ഈ വരി വ്യാഖ്യാനിക്കാൻ? താനൂർ അബ്ദുറഹ്മാൻ ശൈഖിന് ശേഷം ആത്മപ്രപഞ്ചത്തിൽ അങ്ങനെ നീന്തിയ ഒരാൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ പറഞ്ഞ ഇത് കേട്ട ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇതിന്റെ വകയല്ല. ആത്മജ്ഞാനം പഠിച്ചോ? ഐനു ഐനിൻ ഐനു ഹഖിൻ ഐനു അയാനിൻ ഫമാ ഐനുൻ തറാ അബ്ദൻ അദീലൻ മനിലൽ മാലിആൽ. അല്ലാഹു ആ സത്തയുടെ സത്തയിൽ നിന്ന് സ്വീകരിക്കുന്നവരിൽ നമ്മളെ പെടുത്തട്ടെ. ഇത് കുടത്തിനിട്ട് അടച്ചു വെക്കേണ്ട സംഗതിയല്ല. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു മനുഷ്യൻ അയാളെ വീട്ടിൽ 3 ലക്ഷം ഉറുപ്പിക കൊണ്ട് പന്തൽ കെട്ടി തോരണങ്ങൾ തൂക്കിയിട്ട് പാലക്കാട് ജില്ലക്കാരൻ അയാൾ ഒരു മൗലിദ് വെച്ചു. 3 ലക്ഷം ഉറുപ്പിക ചെലവാക്കിയിട്ട് വമ്പൻ മൗലിദ്. എന്തുകൊണ്ട്? ബിശറഫിൽ മുസ്തഫ. എന്നിട്ട് മൗലിദിന്റെ സദസ്സിൽ ആ മനുഷ്യൻ പൊട്ടി കരഞ്ഞിരുന്ന്. ആശിഖീങ്ങൾ ഉണ്ട് കേട്ടോ, ആശിഖീങ്ങൾ അവസാനിക്കുകയില്ല. അടങ്ങാത്ത അണയാത്ത സൂര്യനുണ്ട്, അസ്തമിക്കാത്ത സൂര്യനുണ്ട്, അസ്തമിക്കാത്ത റിജാലുകളുണ്ട്. ആ റിജാലിനെ കണ്ടാൽ പോലും നമ്മൾ നന്നാവും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നന്മയിലേക്ക് തിരിച്ചു പോവുക, അറിയേണ്ടവരെ അറിയുക. ചില ആളുകളെ ഒറ്റവട്ടം കണ്ടാൽ മതി, പിന്നെ നമ്മൾ പറ ദോഷാവില്ല. അത് പറഞ്ഞില്ലേ, മറക്കരുത്. ഈ ഇന്നത്തെ പ്രഭാഷണത്തിന്റെ മർമ്മ ഹദീസാണ്. ഇന്ന ലില്ലാഹി റിജാലൻ മൻ നളറ ഇലൈഹിം നളറതൻ ലാ യശ്ഖാ ബഅദഹ അബദ. അല്ലാഹുക്ക് ചില ആളുകളുണ്ട്, ആ ആളുകളെ ഒരു വട്ടം കണ്ടാൽ പിന്നെ അവൻ പറ ദോഷാവില്ല, പിന്നെ ദോഷാവില്ല, പിന്നെ ദോഷാവില്ല. ഒറ്റവട്ടം കണ്ടാൽ മതി. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അങ്ങനത്തെ ഒരാളിനെ കാണാൻ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരണം റബ്ബേ. ഞങ്ങൾ സഹായിക്കണമേ റബ്ബേ. ഞങ്ങൾ കണ്ടിട്ടില്ലേ, കണ്ണിയത്തിൽപ്പെട്ട റജുലാണ്, ഷംസുലുമായിൽപ്പെട്ട റജുലാണ്, പൂക്കായ പാപാതിൽപ്പെട്ട റജുലാണ്, ബഫഖത്തങ്ങളിൽപ്പെട്ട റജുലാണ്. അവരൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, കണ്ടവരെ കണ്ടിട്ടില്ലേ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ തൗഫീഖ് തരട്ടെ. എന്തൊക്കെ കൂത്തുമുക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ പ്രഭാഷണങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് ഇരുന്ന് കേൾക്കും. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ റബീഉൽ അവ്വൽ നടന്ന പ്രഭാഷണങ്ങൾ നിങ്ങളുടെ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ഇരുന്ന് കേൾക്കും. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ വാതിലടച്ചിട്ട് കാര്യമില്ല, വെളിച്ചത്തെ തടയാൻ കഴിയുകയില്ല. ഞങ്ങൾ ഈ റബീഉൽ അവ്വൽ നടത്തിയ പ്രഭാഷണങ്ങൾ നിങ്ങളുടെ കോട്ട കൊത്തളങ്ങൾ തകർക്കും. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ജലപ്രവാഹത്തെ മൺചിറ കെട്ടി തടയാൻ കഴിയുകയില്ല. അതന്നെ നമുക്ക് ആവശ്യം. ചുവന്ന ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാൾ നല്ലത് ഒരാളെങ്കിലും നിന്റെ വാക്ക് കേട്ട് നന്നാവുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ.